Next, in exercise 31 to 38, find the absolute maximum minimum of the function in the given domain. F of xy equal to this on the closed triangular plate bounded by x equal to 0 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, y equal to 2, x equal to 0 എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്, x equal to 0 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, y equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y equal to 2 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ആൻഡ് y equal to 2x എന്ന് പറഞ്ഞാൽ ഇത്. ഇതിൻ്റെ ഇടയിലുള്ള ട്രയാങ്കുലർ റീജിയനിലെ നമുക്ക് അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം കാണാം. അതിന് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ലൈൻ്റെ ഒ എ എന്ന് പറയുന്ന ഈ ലൈൻ്റെ എഫ് ഓഫ് എക്സ് വൈ, എക്സ് ഇവിടെ ഈ ആക്സിൽ എക്സ് 0 ആണ്, അപ്പം എഫ് ഓഫ് 0y കാണുക. അപ്പം ഈ എക്സിൻ്റെ അകത്തൊക്കെ 0 കൊടുക്കുക. അപ്പം എന്തായിരിക്കും y² - 4y + 1, അതാണ് എഫ് ഓഫ് 0y. അതിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0 കൊടുക്കാം. y equal to 2 കിട്ടും. y equal to 2, y equal to 2, x equal to 0. അത് ഈ പോയിന്റ് തന്നെയാണ്, അത് ഈ എ എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇൻറ്റീരിയർ പോയിന്റ് കിട്ടുന്നില്ല, അവിടെ ബൗണ്ടറി കോർണർ പോയിന്റേ കിട്ടിയിട്ടുള്ളൂ. കോർണർ പോയിന്റ് ആണ്. അവിടുത്തെ വാല്യൂ എത്രയാണെന്ന് നോക്കണം. എഫ് ഓഫ് 0(2)ലെ വാല്യൂ -3 ആണ്. എഫ് ഓഫ് 0(3)ലെ വാല്യൂ എക്സിന് 0യും വൈക്ക് 2ഉം കൊടുക്കുക. അപ്പം കിട്ടുന്ന വാല്യൂ ഇതാണ്, -3 കിട്ടി. ദെൻ ഇനി നമുക്ക് കാണാനുള്ളത് എഫ് ഓഫ് 0(0)ലെ വാല്യൂ കോർണർ പോയിന്റ് കാര്യമാണ്. അത് 1 കിട്ടി. എക്സിന് വൈക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. ഈ 1 കിട്ടി. അതാണ് 0(0)ലെ വാല്യൂ കിട്ടി. ഇവിടെ 1 കിട്ടി, ഇവിടെ നമുക്ക് -3 കിട്ടി. ഇനി കാണാനുള്ളത് എ ബി എന്ന ലൈനിലാണ്. ഈ ലൈനിൽ എ ബി എന്ന് പറയുന്ന ഈ ലൈനിൽ, ആ ലൈനിൽ y എന്നായിരിക്കും, y2 ആണ്. അപ്പം എഫ് ഓഫ് x2 അത് ഇതാണ് കിട്ടിയത്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ഇട്ടു. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ x equal to 1. അപ്പോൾ x equal to 1 ആണ്. x equal to 1 ആണെങ്കിൽ y equal to 2. അപ്പം അത് അപ്പോഴും ഇൻറ്റീരിയർ പോയിന്റ് കിട്ടുന്നില്ല. ഈ കോർണർ പോയിന്റ് ബി എന്ന് പറയുന്ന കോർണർ പോയിന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എഫ് ഓഫ് 1, 2 എത്രയാ? എഫ് ഓഫ് എക്സിന് ഇതിൽ എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ -5 കിട്ടും. -5 കിട്ടി. ഓക്കെ, അപ്പം ഈ വാല്യൂവിൽ -5 ആണ് കിട്ടുന്നത്. ഇവിടെ -5 കിട്ടി. ദെൻ അടുത്ത് ഓൺ എ ബി എന്ന് പറയുന്ന ലൈനിൽ ഈ ലൈനിൽ കിട്ടും. ഒ ബി എന്ന് പറയുന്ന ലൈനിൽ അവിടെ y equal to 2x ആണ്. y equal to 2x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ y equal to 2x എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ y equal to 2x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാവും, 6x² - 12x + 1. അത് കഴിഞ്ഞിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ 12x - 2 = 0. അപ്പോൾ x equal to 1, y equal to 2. അതും ഇൻറ്റീരിയർ പോയിന്റ് ഒന്നുമല്ല, നേരത്തെ കിട്ടിയ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ട. അപ്പോൾ ഇൻറ്റീരിയർ പോയിന്റ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ഇനി നമുക്ക് നോക്കാം ഏറ്റവും അവസാനം ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഏറ്റവും അവസാനം ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ, ഈ റീജിയൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ അത് നോക്കാനായിട്ട് നമ്മൾ fy equal to 0 എന്ന് കൊടുക്കുക. fx equal to 0, fy equal to 0 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? fy equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x equal to 1, y equal to 2 അതാ കിട്ടുന്നത്. x equal to 1, y equal to 2 എന്ന് കിട്ടും. അപ്പോൾ 1, 2 ഇതും ഇൻറ്റീരിയർ പോയിന്റ് അല്ല, ഇത് നമുക്ക് ആദ്യം കിട്ടിയ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക്
ഇന്റീരിയർ പോയിന്റ് ഒന്നും കിട്ടുന്നില്ല, എല്ലാം കോർണർ പോയിന്റ് ആണ് കിട്ടുന്നത്. ഇവിടെ -3. അപ്പോൾ നമുക്ക് എത്രയാ ഇവിടെ കിട്ടുന്നത്? അബ്സല്യൂട്ട് മാക്സിമം ഈസ് 1. അത് 0 0 ഇതാ 0 0 1 കിട്ടുക അബ്സല്യൂട്ട് മാക്സിമം. അതിന് അബ്സല്യൂട്ട് മിനിമം -5 അത് 1 2 ഇവിടെ ഈ മൂന്ന് ലൈൻ്റെ ഇന്റീരിയറിലും കിട്ടുന്നില്ല, ഇന്റീരിയർ റീജിയനിലും നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം മിനിമം കിട്ടുന്നില്ല. അത് നിങ്ങൾ ഓർമ്മ വേണം. ഓക്കെ. Then problem number 32. B equal to this one on the closed triangular plate in the first quadrant bounded by the line x equal to 0, y equal to 4, y equal to x. ഇതാണ് ആ 3. ഇതാണ് ആ ട്രയാങ്കുലർ റീജിയൻ. അപ്പോൾ ആദ്യം നമ്മൾ OA നോക്കുക. OA എന്തായിരിക്കും? ഈ ലൈനിൽ x equal to 0 ആണ്. അപ്പോൾ അവിടെ നമുക്ക് dxy എന്നുള്ളത് d0y ആണ്. അത് ഇത് കിട്ടി. x equal to 0 കൊടുത്തു. കൊടുത്താൽ y² + 1 കിട്ടി. അപ്പം അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0 0 എന്ന് പറയുന്ന പോയിന്റാണ് കിട്ടുന്നത്. ഇന്റീരിയർ പോയിന്റിലെ ഈ 0 0 എന്ന് പറയുന്ന പോയിന്റാണ് കിട്ടുന്നത്. അവിടുത്തെ വാല്യൂ 1 ആണ്. ഇനി നമ്മൾ കൂടാതെ ഈ കോർണർ പോയിന്റിലെ വാല്യൂ ഇതാ x equal to 0, y equal to 4 എന്ന് കൊടുക്കുക. അപ്പം ഇവിടുത്തെ വാല്യൂ 17 കിട്ടും. 17 അവിടുത്തെ വാല്യൂ 17 കിട്ടി. ദെൻ ഇനി നമ്മൾ AB എന്ന് പറയുന്ന ലൈൻ എടുത്തു. ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ y 4 ആണ്, y equal to 4 ആണ്. അപ്പം ഇവിടെ yക്ക് 4 കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. അതിനെ വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. എന്നിട്ട് 0 കൊടുത്തു കഴിയുമ്പോൾ x equal to 2 എന്ന് കിട്ടി. x equal to 2 ആണെങ്കിൽ y equal to 4 ആയിരിക്കും. അപ്പം അവിടെ നമുക്കൊരു ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നുണ്ട്. ഇതാ ഇന്റീരിയർ പോയിന്റ് 2 4 എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നുണ്ട്. ആ ഇന്റീരിയർ പോയിന്റിലെ ഡിയുടെ വാല്യൂ 13 ആണ്. ഇതാ ഇവിടെ ഡിയുടെ വാല്യൂ 13. ദെൻ 4 4 ഇതാ ഈ കോർണർ പോയിന്റിന്റെ വാല്യൂ ഡി നോക്കുക. അത് ആ കോർണർ പോയിന്റിന്റെ വാല്യൂ 17 ആണ്. 17 ഈ 0 4ലെയും വാല്യൂ എയിലെയും ബിയിലെയും വാല്യൂ 17 തന്നെയാണ്. ദെൻ നമുക്കിനി അടുത്ത് കാണാൻ പോകുന്നത് y equal to OB ആണ്. ഈ ലൈൻ OB ഈ ലൈൻ ഇവിടെ y equal to x ആണ്. അപ്പം വൈയുടെ സ്ഥാനത്ത് xx. അപ്പം xx എന്ന് കൊടുക്കുക. കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് x² + 1. അതിനെ വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x കിട്ടും. 2x equal to 0, x equal to 0, y equal to 0. അപ്പോൾ ഇന്റീരിയർ പോയിന്റ് ഒന്നും കിട്ടുന്നില്ല. 0 0 അത് നമുക്ക് നേരത്തെ കിട്ടിയത് തന്നെയാണ്. ഇത് തന്നെയാണ്. ഓക്കെ. ദെൻ നമ്മൾ നോക്കുന്നത് ഇന്റീരിയർ പോയിന്റ് ആണ്. ഇൻസൈഡ് ദ റീജിയൻ. ഇത് ഈ റീജിയൻ്റെ ഉള്ളിൽ, ഇൻസൈഡ് ദ റീജിയനിൽ ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ അതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സ് വൈനെ ഡി ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 2x - y equal to 0 വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. -x + 2y equal to 0. അപ്പോൾ x equal to 0, y equal to 0 ആണ് കിട്ടുന്നത്. അതും ആദ്യം കിട്ടിയത് തന്നെ ഇന്റീരിയർ പോയിന്റ് ഒന്നും കിട്ടുന്നില്ല. x equal to 0, y equal to 0 എന്ന് കിട്ടി. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ എത്രയാ? മാക്സിമം വാല്യൂ ഈ 17 ആണ്. മാക്സിമം വാല്യൂ 17. അതെവിടെയൊക്കെയാണ്? 0 4ലും 4 4ലുമാണ്. മിനിമം വാല്യൂ 1 ആണ്. അത് 0 0യിലാണ്. ഓക്കെ. അപ്പം ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമേ ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നുള്ളൂ. നേരത്തെ പോയിന്റ് നമുക്ക് ഇന്റീരിയർ 2 4 ഒരു ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നുണ്ട്. Next, problem number 33. f of x y equal to this.
ബൗണ്ടഡ് ബൈ ദ ലൈൻ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്, വൈ ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ആൻഡ് വൈ പ്ലസ് 2x ഈക്വൽ ടു 2, വൈ പ്ലസ് 2x ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ ലൈൻ. ഈ 3 ലൈനിൻ്റെയും ഇന്റീരിയർ ആയിട്ട് വരുന്ന ട്രയാങ്കിളാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഒ എ എന്ന് പറയുന്ന ഈ ലൈനിൽ എടുക്കുന്നു. ഒ എ അവിടെ എന്താണ് x0, അപ്പം f(0) y² ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y കിട്ടി, y ഈക്വൽ ടു 0, x ഈക്വൽ ടു 0, അപ്പോൾ 0 0 ആണ്. ഇതാ ഈ പോയിൻ്റാണ് കിട്ടുന്നത്, ആ പോയിൻ്റാണ്. ആ പോയിന്റ് 0 0യിലെ വാല്യൂ എത്രയാ? 0 0യിലെ വാല്യൂ ഇതാ, ഇത് നമ്മൾ 0 0യിലെ വാല്യൂ കൊടുത്താൽ ഇത് 0 ആയിരിക്കും. അതുപോലെ നമ്മൾ 0 2ലെ ഈ കോർണർ പോയിന്റ്സിലെ വാല്യൂ നോക്കുക. x ഈക്വൽ ടു 0, y ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിയുമ്പോൾ 0 2ലെ വാല്യൂ 4 ആണ്, ഇത് 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്റീരിയർ, ഈ ലൈനിൻ്റെ ഉള്ളിൽ ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നില്ല. രണ്ടാമത്തെ ഒ ബി എന്ന് പറയുന്ന ലൈൻ, ഇതാ ഈ ലൈൻ. ആ ലൈനിൽ എന്താ? y0 ആണ്, അപ്പോൾ x² കിട്ടുന്നത്. x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x കിട്ടും. 2x ഈക്വൽ ടു 0, x ഈക്വൽ ടു 0, അപ്പോൾ x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. അത് നേരത്തെ കിട്ടിയ 0 0 എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്, അവിടുത്തെ വാല്യൂ 0. ദെൻ നമുക്ക് കാണേണ്ടത് ഈ കോർണർ പോയിന്റ്സിലെ 1 0യിലെ വാല്യൂ കാണണം. കോർണർ പോയിന്റ് 1 0യുടെ വാല്യൂ എത്രയാണ്? 1. ഇത് 1. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ലൈനിൻ്റെയാണ്. ഈ ലൈനിലെ ആ ലൈനിൽ വൈയുടെ വാല്യൂ എത്രയാ? വൈയുടെ വാല്യൂ y ഈക്വൽ ടു, ആ ലൈനിൽ y ഈക്വൽ ടു -2x + 2 ആണ്. ആ y ഈക്വൽ ടു -2x + 2. അപ്പം തന്നിരിക്കുന്ന ഇക്വേഷനിൽ വൈയുടെ സ്ഥാനത്ത് -2x + 2 ഇടുക. അപ്പം f(x) ഇതായി. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ? 10x - 8 ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. x ഈക്വൽ ടു 4/5 എന്ന് കിട്ടി. y ഈക്വൽ ടു 2/5 എന്ന് കിട്ടി. അപ്പോൾ ഇന്റീരിയർ പോയിന്റ് 4/5 2/5 ആണ്. അതാണ് ഈ ഇന്റീരിയർ പോയിന്റ്. ഇതാ ഈ ഇന്റീരിയർ പോയിന്റ് 4/5 2/5. അവിടുത്തെ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈ 4/5 2/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ 4/5 എന്ന് കിട്ടും. അവിടുത്തെ വാല്യൂ 4/5. അപ്പോൾ എല്ലാം കിട്ടി നമുക്ക്. ഇനി ഇന്റീരിയർ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി ഇന്റീരിയർ റീജിയനിൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ fx ഈക്വൽ ടു 0, fy ഈക്വൽ ടു 0 എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? fx ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2x ഈക്വൽ ടു 0, x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0. x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 എന്നാണ്. അത് നമുക്ക് ഓൾറെഡി കിട്ടിയ ഒരു കോർണർ പോയിന്റ് ആണ്. അപ്പോൾ അവിടെ ഇന്റീരിയർ പോയിന്റ് ഇല്ല, അവിടെയും ഇന്റീരിയർ പോയിന്റ് ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഇത്രയും പോയിന്റാണ്. 1 2 3 4. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് മാക്സിമം എത്രയാ? അബ്സല്യൂട്ട് മാക്സിമം 4 ആണ്. ഇതാ അബ്സല്യൂട്ട് മാക്സിമം 4 ആണ്. അത് 0 2ലാണ്. മിനിമം 0 ആണ്. 0 0യിലാണ്. അബ്സല്യൂട്ട് മിനിമം 4 ഈസ് അറ്റ് 0 2 ആൻഡ് മിനിമം ഈസ് 0 അറ്റ് 0 0. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 34 ആണ്. t of xy equal to this. t of xy equal to x square plus xy plus y square minus 6x. and the rectangular plate ആണ്. rectangular plate-ന്റെ വാല്യൂസ് ഇതാണ്. ഇതാണ് 0 <x <5 വരെ എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ ഇത് 5 വരെ. വൈയുടെ വാല്യൂ -3 to +3 ഇതാണ് ആ റെക്ടാങ്കുലർ പ്ലേറ്റ്.
അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതാ എ ബി എന്ന് പറയുന്ന ഈ ലൈനിലാണ്. ഈ ലൈൻ ഇതാ, ഈ എ ബി എന്ന് പറയുന്ന ഈ ലൈൻ. അവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാ? എക്സിൻ്റെ വാല്യൂ 0. ഇതാ ടി ഓഫ് എക്സ് വൈ. അവിടെ എക്സിൻ്റെ വാല്യൂ 0 ഇട്ടു. 0 ഇട്ടാൽ വൈ സ്ക്വയർ ആണ് കിട്ടുന്നത്. വൈ സ്ക്വയർ ഈക്വൽ ടു 0 അല്ല സോറി, ടി ഓഫ് 0 വൈ ഈക്വൽ ടു വൈ സ്ക്വയർ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 കിട്ടുമ്പോൾ വൈ ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു 0 ആകുമ്പോൾ എന്തായിരിക്കും? വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0. ആ വാല്യൂ ആണ് കിട്ടുന്നത്. ഇന്റീരിയർ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ 0 ആണ്. ഇതാ ഈ പോയിന്റ്. ആ പോയിന്റിലെ വാല്യൂ 0. എക്സിനും വൈക്കും 0 കൊടുത്താൽ 0 കിട്ടും. പിന്നെ 2 കോർണർ പോയിന്റ് ഉണ്ട്. 0 മൈനസ് 3. 0 മൈനസ് 3യിലെ ഇവിടുത്തെ വാല്യൂ അത് 9 ആണ്. പിന്നെ 0 പ്ലസ് 3യിലെ വാല്യൂ കൊടുത്തു, അതും 9 ആണ്. 9 ആ വാല്യൂ എല്ലാം കിട്ടി. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ഏതാ? ബി സി എന്ന് പറയുന്ന ലൈൻ. ബി സി എന്ന് പറയുന്ന ലൈൻ. ബി സി എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഇതാ ഈ ലൈൻ ബി സി, ഈ ലൈൻ. അവിടെ നമ്മൾ അവിടെ എക്സിൻ്റെ അവിടെ വൈയുടെ വാല്യൂ 3 ആണ്. അപ്പം വൈയുടെ വാല്യൂ 3 കൊടുത്തു. അപ്പം ടി ഓഫ് എക്സ് ഇതായി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 കൊടുത്തുമ്പോൾ എക്സ് ഈക്വൽ ടു 3/2, വൈ ഈക്വൽ ടു 3. ഒരു ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 3/2, വൈ ഈക്വൽ ടു ഇതാ ഈ ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നുണ്ട്. അതൊരു ഇന്റീരിയർ പോയിന്റ്. ഇതായി ഈ ഇന്റീരിയർ പോയിന്റ്. ആ ഇന്റീരിയർ 3/2 27/4 ആണ്. 27/4 ആ ഇന്റീരിയർ പോയിന്റ്. പിന്നെയുള്ളത് നമുക്ക് 5/3 ഇതാ ഈ കോർണർ. ഇതാ ഈ 5/3. ഈ 5/3. ആ 5/3യിലെ വാല്യൂ എത്രയാ? 5/3യിലെ വാല്യൂ 19. ഈ വാല്യൂ 19. ദെൻ ഇനി നമ്മൾ എടുക്കുന്നത് സി ഡി ആണ്. ഇതാ സി ഡിയിൽ വൈയുടെ എക്സിൻ്റെ വാല്യൂ 5 ആണ്. അപ്പം 5y എന്നായി. അപ്പം ടി എക്സ് ഇതാണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y പ്ലസ് 5 ഈക്വൽ ടു 0. വൈ മൈനസ് 5/3. വൈ ഈക്വൽ ടു ബാക്കി y ഈക്വൽ ടു മൈനസ് 5/2, എക്സ് ഈക്വൽ ടു 5. ഇതാ ഈ പോയിന്റ്. ഇതാ ഇന്റീരിയർ പോയിന്റ്. ആ ഇന്റീരിയർ പോയിന്റിലെ വാല്യൂ എത്രയാണ്? -45/4. -45/4 അതാണ്. -45/4 അതിവിടെ കിട്ടി. പിന്നെ 5 മൈനസ് 3യിലെ വാല്യൂ 5 മൈനസ് 3 അത് ഇതാ ഈ പോയിന്റ് ആണ്. 5 മൈനസ് 3യിലെ വാല്യൂ അത് എത്രയായി? അത് -11 ആണ്. ഇത് -11. ഈ പോയിന്റിലെ വാല്യൂ -11. ദെൻ 5/3യിലെ വാല്യൂ 90 നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് y ഇതാ എ ഡി എന്ന് പറയുന്ന ലൈനിലേക്ക് കിട്ടണം. എ ഡി എന്ന് പറയുന്ന ലൈൻ ഇതാ ഈ ലൈൻ. അവിടെ y എത്രയാണ്? y -3 ആണ്. എ ഡി എന്ന് പറയുന്ന ഈ ലൈൻ y -3 ആണ്. അപ്പോൾ നമുക്ക് ടി കിട്ടിയത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 കൊടുത്ത് നമ്മൾ എക്സ് ഈക്വൽ ടു 9/2, വൈ ഈക്വൽ ടു -3 എന്ന് കിട്ടും. ഇതാ വേറൊരു ഇന്റീരിയർ പോയിന്റ്. ഇതാ ഈ ഇന്റീരിയർ പോയിന്റ്. അവിടെ ഒരു ഇന്റീരിയർ പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പം അവിടുത്തെ വാല്യൂ എത്രയാ? എക്സ് ഈക്വൽ ടു 9/2, വൈ ഈക്വൽ ടു -3. അവിടുത്തെ വാല്യൂ -45/4 ആണ്. -45/4. ഇതാ ഇവിടുത്തെ വാല്യൂ -45/4. -45/4 അത് കിട്ടി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് 0 -3യിലെ വാല്യൂ. ദെൻ 0 -3യിലെ വാല്യൂ 9 കിട്ടി, 11 കിട്ടി. ഇനി നമുക്ക്
ഇതിന് ഉള്ളിലുള്ള പോയിന്റാണ് എടുക്കേണ്ടത്. ഇതാ ഇന്റീരിയർ പോയിന്റ് ടി എക്സ് ഈക്വൽ ടു 0 ടി വൈ ഈക്വൽ ടു 0 എന്ന് സോൾവ് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 വൈ ഈക്വൽ ടു -2 കിട്ടും. എക്സ് ഈക്വൽ ടു 4 വൈ ഈക്വൽ ടു -2. ഇതാ ഈ പോയിന്റ് അവിടുത്തെ വാല്യൂ എത്രയാ? -12. ഇവിടുത്തെ വാല്യൂ -12. ഇവിടുത്തെ വാല്യൂ -12. ഇത്രയും വാല്യൂസ് കിട്ടി. അപ്പം ഇതിൽ മാക്സിമം ഏതാ മിനിമം ഏതാണെന്ന് നമുക്ക് നോക്കേണ്ടത്. മാക്സിമം ദ അബ്സല്യൂട്ട് മാക്സിമം ഈസ് 19 at 53. 53ലാണ് 19. അബ്സല്യൂട്ട് മിനിമം ഇസ് -12 at 4 -2. 4 -2ലാണ് 4 -2 ഇന്റീരിയർ പോയിന്റിൽ. അപ്പം മിനിമം വാല്യൂ കിട്ടിയത് ഇതാണ് 53ലാണ്. ഇതാ ഈ കോർണർ പോയിന്റ് 53ലാണ്. ആ വാല്യൂ 19 ആണ്. പിന്നെ മിനിമം കിട്ടിയത് 4 -2ല് ഇതാ ഈ ഇന്റീരിയർ പോയിന്റ് റീജിയന്റെ ഉള്ളിൽ അത് -12 ആണ്. അതാണ് -12. ഇതാ മിനിമം വാല്യൂ 4 -2, മാക്സിമം വാല്യൂ 19 at 53. ഇപ്പം നിങ്ങൾ ഓർമ്മ വേണം. ഇതാ ശരിക്കും ഇതൊന്ന് നോക്കിക്കൊള്ളുക. നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ ഇതുണ്ട. എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, ഒറിജിൻ, എന്നിട്ട് ഇവിടുത്തെ ഇന്റീരിയർ പോയിന്റ് അത് ഇവിടെ കിട്ടി. ദെൻ ഈ കോർണർ പോയിന്റ്, ഈ ഇന്റീരിയർ പോയിന്റ്, ടോട്ടൽ ഇന്റീരിയർ പോയിന്റ്. അപ്പം പിന്നെ ഇത് ആദ്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയും പോയിന്റ് ഇതാ 1 2 3 4 5 6 7 8 9 പോയിന്റ് നമുക്ക് കിട്ടി. അതിലെ വാല്യൂസ് എടുത്തപ്പോൾ മാക്സിമം കിട്ടിയത് 19ഉം മിനിമം കിട്ടിയത് -12. ഓക്കെ, ഇവിടെ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3rd മൊഡ്യൂൾ കഴിഞ്ഞു. ഇനിയുള്ളത് 4th മൊഡ്യൂളാണ്. ഓക്കെ, താങ്ക് യു.